ഇന്ന് നമുക്ക് രാജ്മയും കിഴങ്ങും കൂടെ ചേർത്ത് ഒരു അടിപൊളി കൂട്ടാൻ തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. അപ്പോൾ വേഗം വായോ നമുക്ക് ഈ ഒരു അടിപൊളി കൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. Hey guys, it's me Soumya. Welcome to Isha Spicy Tasty World. രാജ്മയും കിഴങ്ങും കൂട്ടാൻ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസുള്ള സവോള തീരെ നൈസായിട്ട് ഞാൻ നീളത്തിൽ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ആഡ് ചെയ്യുന്നില്ല, ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു സവോള ഒന്ന് വഴറ്റിയെടുക്കാൻ. അപ്പം നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതേ സെയിം ഓയിലിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകം ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 ഏലക്കായ, ഒരു കുഞ്ഞു പട്ട, ഒരു 2 ബേ ലീവ്സ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 വത്തലമുളക് ഞുറുക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിക്ക് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തക്കാളിക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. സാധാരണ നമ്മൾ സവോള ആഡ് ചെയ്ത് വഴണ്ട് വന്നതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത്, അതിനുശേഷമാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ തക്കാളി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത്. ആ ഒരു പച്ചമണം അധികം പോവാണ്ടിരിക്കാനാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ വീട്ടിലുള്ള മസാല ചെയ്യുന്നത് കേട്ടോ. ഇതിന് കൂട്ടത്തിൽ തന്നെ ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇവിടെ രാജ്മ തലേദിവസം രാത്രിയിട്ട് ഒരു 1/4 കപ്പ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതും ഒരു 2 മീഡിയം സൈസ് കിഴങ്ങ് ഞാൻ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ആ ഒരു മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 to 6 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 6 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുത്തതിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു തവി രാജ്മ മാത്രം നമുക്ക് കുറച്ചെടുക്കാം. ഇതുപോലെ ഞാൻ രാജ്മ എടുക്കുന്നുണ്ട്. ഈ ഒരു തവി രാജ്മ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് നമ്മൾ കുറച്ച് മുന്നേ റോസ്റ്റ് ചെയ്ത്, അതായത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മല്ലിയുടെ തണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും ഈ മല്ലിത്തണ്ട് ആഡ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രാജ്മയും കൂടെ ആഡ് ചെയ്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ കുക്കറിലോട്ട് ഈ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു കൂട്ടാൻ നല്ല തിക്നെസ്സും നല്ലൊരു ഗ്രേവിയും പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഗ്രേവി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് തിക്നെസ് അനുസരിച്ച്, ആ ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നല്ല തിളച്ച വെള്ളം നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കൂട്ടത്തിൽ തന്നെ ഉപ്പും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഞുറുക്കി വെച്ചിരിക്കുന്ന മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കസ്തൂരി മേത്തി ജസ്റ്റ് കൈമ വെച്ച് ക്രഷ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല
ഫ്ലേവറാണ് ആ ഒരു സമയത്ത് കിട്ടുന്നത്. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ. പിന്നെ നിങ്ങളുടെ രാജ്മ കുക്കായിട്ടില്ലെങ്കിൽ ഒരു 2 വിസിലും കൂടെ എക്സ്ട്രാ ഒന്ന് അടിച്ചതിന് ശേഷം ഒന്ന് തയ്യാറാക്കിക്കോളൂ കേട്ടോ. സാധാരണ നമ്മൾ തലേദിവസം രാത്രി കുതിർത്ത് കഴിഞ്ഞാൽ തയ്യാറാക്കുമ്പോൾ കറി അടിപൊളിയാവുന്നതായിരിക്കും. രാജ്മ നന്നായിട്ടൊന്ന് കുക്കും ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബോയിൽ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിരിക്കുന്ന രാജ്മയും കിഴങ്ങും കൂടെ ഉള്ളൊരു കൂട്ടാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.